ഇപ്പോൾ നര അകാലനരയൊക്കെ ഒരു പ്രശ്നമായി വന്നിരിക്കുകയാണ്. അത് നമ്മുടെ കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് പുറത്തോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, അതേപോലെ ഫങ്ഷനൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡേക്ക് അടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹെഡേക്ക് അടിക്കുന്ന ബുദ്ധിമുട്ട് കാരണം നമ്മൾ മടിച്ചിരിക്കും. പക്ഷേ ഈ രീതിയിൽ ഹെഡേ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നമുക്ക് 100% റിസൾട്ട് കിട്ടും. നല്ലൊരു ഹെഡയാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. തേച്ച അലുമിനിയം ഫോയിൽ വെച്ച്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു അലുമിനിയം ഫോയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, അത് ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് നല്ല കനലൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ അത് വെന്ത് വരും. ഒട്ടും കരിയാതെ തന്നെ നല്ലതായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഈ രീതിയിൽ മധുരക്കിഴങ്ങ് കപ്പയൊക്കെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഓവനൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ടിപ്പ്, പിന്നെയും ഒരു അലുമിനിയം ഫോയിലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലൊരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് അത് വീണ്ടും ചെറുതാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അത് 4 പീസാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ രീതിയിൽ എടുത്തുന്നേ ഉള്ളൂ. ഇതുപോലെ എടുത്തിട്ട് ഓരോ പീസും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അതൊന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കുന്നുണ്ട്. പിന്നീട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. പിന്നീട് അതിലോട്ട് 1 ടീസ്പൂണ് ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിന് പകരം നമുക്ക് പഞ്ചസാര ആണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ചുട്ട് വെച്ച ആ അലുമിനിയം ഫോയിലൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 1 സ്പൂൺ ഉപയോഗിച്ചിട്ട് ആ ഉപ്പും ബേക്കിംഗ് സോഡ എല്ലാവരും ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇടിയപ്പത്തിൻ്റെ അച്ചാണ്. പിന്നെ കുറേ സ്പൂണ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉപയോഗിക്കാതിരിക്കുന്ന സ്പൂണ്, പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. എടുത്തിരിക്കുന്ന സ്പൂണും അതേപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ അച്ചെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന സ്റ്റീൽ പാത്രങ്ങൾ, സ്പൂണ്, അതുപോലെ തന്നെ ഗ്ലാസ്, ഇതിങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു പാത്രത്തിലായിരിക്കണം ഇതുപോലെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കേണ്ടത്. എല്ലാവരും ഒന്ന് മുങ്ങി കിടക്കണമല്ലോ, അങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് നമുക്ക് ഒരു തവിയോ എന്തെങ്കിലും വെച്ചൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നതിനും കുഴപ്പമില്ല. ഒരു കയ്യിൽ ഉപയോഗിച്ച് അതിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇടിയപ്പത്തിൻ്റെ അച്ച അതിൽ നിന്ന് തന്നെ ഒന്ന് എടുത്തിട്ട് നല്ല വെള്ളത്തിലോട്ടൊന്ന് കഴുകി കാണിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ലതായിട്ട് തന്നെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഇത് നല്ലൊരു ക്ലീനിങ് മെത്തേഡാണ്. നമുക്ക് സോപ്പൊന്നും ഇല്ലാതെ തന്നെ നല്ലതായിട്ട് തന്നെ വെട്ടിത്തിളങ്ങുന്ന പോലെ നമുക്ക് നല്ലതായിട്ട് തന്നെ ഇത് പാത്രങ്ങളൊക്കെ ക്ലീനാക്കി എടുക്കാം. നമ്മൾ കണ്ടിട്ടില്ലേ ഹോട്ടലിലൊക്കെ പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ലതായിട്ട് വെട്ടിത്തിളങ്ങുന്നത്, അതേപോലെ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. തിളച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്പൂണെല്ലാം വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്, നല്ല വെള്ളം എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് വെജിറ്റബിൾ പീലറാണ്. വെജിറ്റബിൾ പീലറാണ് നമ്മൾ പീൽ ചെയ്യുന്ന സമയത്ത് ഉടനെ തന്നെ നമ്മൾ കഴുകത്തില്ലായിരിക്കും. അത് കുറച്ച് കഴിഞ്ഞായിരിക്കും നമ്മൾ വാഷ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അതിലൊരു വെജിറ്റബിൾ പീൽ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു കറ അതേ പിടിച്ചിരിക്കും. അത് പിന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് പോകുന്നുണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കഴുകുകയാണെങ്കിൽ അതിൻ്റെ ആ കറയെല്ലാം പോയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ വെജിറ്റബിൾ പീലറും ഒരു പിച്ചാത്തിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ സ്പൂണും ഇടിയപ്പത്തിൻ്റെ അച്ചൊക്കെ ആണെങ്കിലും 1-2 വെള്ളത്തിലൂടെ ഒന്ന് കഴുകി നന്നായിട്ട് എടുത്തിട്ട് നന്നായിട്ട് തുടച്ചൊന്ന് എടുക്കാം. 1-2 പ്രാവശ്യമായിട്ടൊന്ന് കഴിയണം. കാരണം നമ്മളത് ബേക്കിംഗ് സോഡ ഒക്കെ അതിൽ ഇട്ട് തിളപ്പിച്ചാണ്. അപ്പോൾ അതിൽ ബേക്കിംഗ് സോഡയുടെ ഒക്കെ പൊടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോയി കിട്ടണം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് തുടച്ചെടുത്ത് വെക്കാം. അതുമല്ല നമ്മളതിൽ വെള്ളം ഇരിക്കുകയാണെങ്കിൽ അതിൽ ഉണങ്ങിക്കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു പാടൊക്കെ വീഴും. അപ്പോൾ അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്ത് വെച്ചാൽ ആ വെള്ളത്തിൻ്റെ പാടൊക്കെ ഉണങ്ങിക്കഴിയുമ്പോൾ ഇല്ലാതിരിക്കുകയുള്ളൂ. കണ്ടില്ലേ, സ്പൂണൊക്കെ നന്നായിട്ട് തന്നെ വെട്ടി തിളങ്ങുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത രീതിയിലല്ല, ഇപ്പോൾ നല്ലൊരു മാറ്റമുണ്ട്. സ്പൂണിനൊക്കെ നല്ല തിളക്കമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നിഷ്പ്രയാസം തന്നെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ എടുക്കാതെ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ രീതിയിലൊന്ന് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്.
ഇപ്പോൾ ഇട്ടിരിക്കുന്ന പിച്ചാത്തിയും പീലറും ഒക്കെ നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ കാണാവുന്നതാണ്, നന്നായിട്ട് തന്നെ അത് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഉരച്ച് കഴിയേണ്ട ആവശ്യമില്ല. പിന്നെ ആ പീലറിൻ്റെ സൈഡ് എന്തായാലും അതിൽ അഴുക്കൊക്കെ ഉണ്ടാവും, അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കളയുന്നേ ഉള്ളൂ. അതുപോലെ ആ പിച്ചാത്തി ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ആ അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചാൽ മതി, അതെല്ലാം നല്ല ക്ലീനായി കിട്ടും. ഈ ടിപ്പ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കൂടെ പറയാനും മറന്നു പോകരുത്. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് വീണ്ടും അലുമിനിയം ഫോയിലാണ് എടുത്തിരിക്കുന്ന അലുമിനിയം ഫോയിൽ നീളത്തിൽ ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അലുമിനിയം ഫോയിൽ എടുക്കേണ്ട. നമ്മൾ പാഴ്സലൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന അലുമിനിയം ഫോയിൽ എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിന്. അപ്പോൾ എടുത്തിരിക്കുന്ന അലുമിനിയം ഫോയിൽ ഇതുപോലെ നീളത്തിലാണ് കീറിയെടുത്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതെൻ്റെ കറിവേപ്പാണ്, ബാൽക്കണിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോൾ വിൻ്ററൊക്കെ ആയിരുന്നു, ആ വിൻ്ററുള്ള സമയത്ത് ലീഫെല്ലാം പോയിട്ട് പിന്നെ സ്പ്രിങ് ആയപ്പോൾ നന്നായിട്ട് അതിൽ ലീഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കീറിയെടുത്തിരിക്കുന്ന ആ അലുമിനിയം ഫോയിൽ ഓരോ തണ്ടയിൽ ഇതുപോലെ ചുറ്റി വെച്ച് കൊടുക്കാം. ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബാൽക്കണിയിൽ നമ്മൾ ഇങ്ങനെ ചെടികളൊക്കെ വെക്കുന്ന സമയത്ത് പ്രാവിൻ്റെയൊക്കെ ശല്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ പ്രാവിനെയൊക്കെ ഓടിക്കാനായിട്ട് നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ തിളക്കമൊക്കെ കാരണം പ്രാവൊക്കെ പിന്നെ ഇതിൻ്റെ അടുത്തോട്ട് വരാനായിട്ട് കുറച്ച് മടി കാണിക്കും. പ്രാവിനെയൊക്കെ ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ്. അതേപോലെ പാമ്പിൻ്റെയൊക്കെ ശല്യം ഉള്ളിടത്ത് സ്ഥലത്താണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് അനങ്ങുമ്പോൾ ഉള്ള സൗണ്ട് കാരണം പാമ്പൊക്കെ ആ സ്ഥലത്തുനിന്ന് മാറിപ്പോകും. അടുത്ത നാലാമത്തെ ടിപ്പ്, ഇതുപോലെ കറിവേപ്പിലയിൽ പൂവൊക്കെ വരുന്ന സമയത്ത് അതൊന്ന് ഞുള്ളിക്കളഞ്ഞാൽ അതിന് പുതിയ ബ്രാഞ്ചൊക്കെ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച അവിടെ വെച്ച് മുരടിക്കുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണല്ലോ അകാലനര എന്നുള്ളത്. അപ്പം അകാലനര വരാതിരിക്കുന്നതിനും അതേപോലെ മുടി വേരോടുകൂടി കറക്കുന്നതിനും പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇനിയും പറയുന്നത്. അഞ്ചാമത്തേത്, അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന മുളപ്പിച്ച ചെറുപയറും വൻപയറോടുള്ള പയറാണ് എടുത്തിരിക്കുന്നത്. മുളപ്പിച്ച പയറിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ദിവസവും നമ്മൾ ഒരു പിടിയിലും എല്ലാവരും കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പാത്രത്തിൽ ശകലം വെള്ളം വെച്ച് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മുളപ്പിച്ച പയറൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 മിനിറ്റ് അതിൽ കിടന്നൊന്ന് വെന്താൽ മതി. ഇടയ്ക്ക് സ്പൂൺ കൊണ്ട് നമുക്ക് ഇളക്കി ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് വാങ്ങിയിട്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മുളപ്പിച്ച പയർ കഴിക്കുകയാണെങ്കിൽ ഇതിൽ റിച്ച് ആയിട്ടുള്ള ബയോട്ടിനും അയൺ, സിങ്ക്, ഫോളേറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതും മുടിയുടെ സ്ട്രെങ്തിനെ, മുടിയുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. നല്ല ഒരു തിക്നെസ്സും ഉള്ളോടുകൂടി വളരുന്നതിന് സഹായിക്കുന്നതാണ്. അത് വെള്ളം വാലാനും അതുപോലെ തന്നെ തണുത്ത് വരാനായിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഒരു കുക്കുംബർ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സ്, റെസിപ്പീസ്, ഹെയർ ഡൈ, ഹെയർ ഓയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. കുക്കുംബർ ധാരാളം സിലിക്ക, സൾഫർ, പൊട്ടാസ്യം, വൈറ്റമിൻ എ, സി, കെ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ മുടിക്ക് നല്ല ഹൈഡ്രേഷൻ കൊടുക്കുന്നതിന് സഹായിക്കുന്നതാണ്. പോഷകസമൃദ്ധമായ ഒരു പച്ചക്കറിയാണ് കുക്കുംബർ. കൊണ്ട് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കുക്കുംബർ അരിഞ്ഞെടുത്തു. പിന്നെ എടുത്തിരിക്കുന്ന ഒരു ആപ്പിൾ ചെറിയ പീസായിട്ട് ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു അനാറൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ വെജിറ്റബിൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഇത്രയും വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു പാത്രത്തിലോട്ട് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ കുരുമുളക് പൊടിച്ചതും എടുത്തിട്ടുണ്ട്. പിന്നീട് അതിലോട്ട് നാരങ്ങയുടെ ജ്യൂസ് വേണം, അപ്പോൾ അത് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതുപോലെ അരിപ്പയിലൂടെ ഒഴിക്കുകയാണെങ്കിൽ ആ അരിപ്പയ്ക്കുള്ളിൽ അതിൻ്റെ ആ കുരു അവിടെ കിടക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നീട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഒലിവ് ഓയിലൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശകലം ഉപ്പോടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് ഹണിയുടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഹണിയുടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ സാലഡ് ഡ്രസ്സിങ് പൂർണ്ണമാകത്തുള്ളൂ. ഇതുപോലെ സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മൾ ഒരു ചെറിയൊരു കുപ്പിയിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആയിരിക്കും നല്ലത്. അതൊന്ന് കുലുക്കിയാൽ മതി. അങ്ങനെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ പലതരത്തിലുള്ള സാലഡ് ഡ്രസ്സിങ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഏത് തരത്തിലാണ് സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കുന്നത് എന്നൂടെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് നമ്മൾ നേരത്തെ വെള്ളം വലം വെച്ചിരുന്ന ആ സ്പ്രൗട്ടഡ് പയറൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സാലഡ് ഡ്രസ്സിങ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്പൂണോ ഫോർക്കോ വെച്ച് ഇതുപോലെ ഈ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ വേറെ വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
വളരെ ഹെൽത്തിയും ടേസ്റ്റിയും അതേപോലെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ്. നമുക്ക് വൈകുന്നേരം ഡിന്നറിനായാലും അതേപോലെ നോമ്പ് തുറക്കാണെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. നമ്മുടെ മുടിയുടെ ആരോഗ്യം, സ്കിന്ന്, അതുപോലെ എല്ലുകളുടെ ആരോഗ്യം, ഇതിനൊക്കെ പറ്റി നല്ലൊരു സാലഡ് റെസിപ്പിയാണ്. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നട്ട്സൊക്കെ ക്രഷ് ചെയ്തിടാവുന്നതാണ്. അടുത്ത 6ാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചകിരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചകിരിന്ന് നമുക്ക് ചകിരിയുടെ ചോറാണ് വേണ്ടിയ, ചകിരിനാരൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. ചകിരി കൊണ്ടുള്ളതും ചകിരി ചോറ് കൊണ്ടുള്ളതുമായിട്ടുള്ള കുറേ ടിപ്പ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് എല്ലാം. ഇപ്പം ഇവിടെ കിട്ടിയിരിക്കുന്ന ആ ചകിരി ചോറെല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് ഒരു ഇരുമ്പ് ചീഞ്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരത്തക്ക രീതിയിൽ ഉലുവായും അതുപോലെ കരിഞ്ചീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ അത് നന്നായിട്ട് അതിൻ്റെ കളറ് മാറി ഇതുപോലെ ഡാർക്ക് കളറിലോട്ട് വരുന്നിടം വരെയും നമ്മൾക്കത് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. തീ ആണെങ്കിലും ഒരു മീഡിയം ഫ്ലെയിമിന് താഴെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല കളറിൽ തന്നെ, നമുക്ക് നല്ല ഡാർക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. മിക്സർ ജാറിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പൊടിച്ചെടുത്തിട്ടാണെങ്കിൽ നമുക്കത് ഒന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുത്തിട്ട് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായി എല്ലാം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അരിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ട് വേറൊരു ബൗളിലോട്ട് എടുക്കുന്നുണ്ട്. പിന്നീട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ മുടിയുടെ ആരോഗ്യത്തിനും മുടി വളരുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് തഴച്ച് വളരുന്നതിന് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മുടിക്ക് നല്ല കളർ കിട്ടുന്നതിന് സഹായിക്കുന്നതാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡേ ആണ്. നമുക്ക് പുറത്തോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് തൂത്ത് കൊടുത്താൽ ആ മുടിയിലത് പിടിച്ചിരിക്കുകയും ചെയ്യും. പുറത്ത് പോയിട്ട് വന്നിട്ട് നമുക്കൊന്ന് മുടി വാഷ് ചെയ്താലും മതി. അപ്പോൾ ഒട്ടും കെമിക്കലില്ലാതെ തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ഇൻസ്റ്റൻ്റായിട്ടുള്ള ഹെയർ ഡേ ആണിത്. യൂസ്ഫുൾ ആണെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത്. ലാസ്റ്റ് ടിപ്പ്, തംബ്നെയിലിൽ പറയുന്ന പോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്ക് മുടി കറുപ്പിക്കുന്നതിന് എങ്ങനെയാണ് സഹായിക്കുന്നത് നോക്കാം. ഇവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്ക് എവിടെയാണോ മുടി കറുപ്പിച്ചെടുക്കേണ്ടത് ആ ഭാഗം ഇതിലോട്ട് അലുമിനിയം ഫോയിൽ ഇതിലോട്ട് എടുത്ത് വെച്ചിട്ട് ആ പാർട്ടിൽ മാത്രം നമുക്ക് ഡൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ വേറെ എങ്ങും ആകാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ വേണ്ട ഭാഗത്ത് കളറ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന അലുമിനിയം ഫോയിലല്ല അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന് പ്രത്യേകം അലുമിനിയം ഫോയിലുണ്ട്. ബ്യൂട്ടി പാർലറിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ വിളിച്ച് നോക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.